നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തലച്ചോറിനെ ബാധിക്കുന്ന രോഗമായ വിഷാദത്തെക്കുറിച്ചാണ്. മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് മാനസിക സമ്മർദ്ദം. പ്രധാനമായും തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് വിഷാദമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഭക്ഷണരീതി, ഉറക്കം, വ്യക്തിത്വം, തൊഴിൽ, കുടുംബം എന്നിവയെ വൻതോതിൽ ബാധിക്കുമ്പോഴാണ് വിഷാദം രോഗമായി മാറുന്നത്. കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹം നഷ്ടപ്പെടുമ്പോൾ, രോഗം പിടിപെടുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, സാമ്പത്തിക പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുമ്പോൾ, പ്രിയപ്പെട്ടവർ മരണപ്പെടുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, ബാല്യകാലത്ത് അനുഭവിക്കേണ്ടി വരുന്ന തിക്താനുഭവങ്ങൾ, സ്ത്രീകളിൽ പ്രസവാനന്തരം അർദ്ധവിരാമം തുടങ്ങിയ പല സാഹചര്യങ്ങളും ആളുകളെ വിഷാദ രോഗികളാക്കി തീർക്കാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം. വിഷാദ രോഗത്തിൽ നിരാശ, ആത്മഹത്യാ പ്രവണത, ശരീരക്ഷീണം, വിശപ്പില്ലായ്മ, ഉറക്കക്കുറവ് എന്നീ മാനസിക ലക്ഷണങ്ങളോടൊപ്പം പലതരത്തിലുള്ള ശാരീരിക ലക്ഷണങ്ങളും കാണാം. ഒന്നിലും താല്പര്യമില്ലാതിരിക്കുക, അകാരണമായ ദുഃഖം, ഒന്നിലും ഉത്സാഹമില്ലായ്മ, വെറുപ്പ്, പെട്ടെന്നുള്ള ദേഷ്യം, അകാരണമായ ഉത്കണ്ഠ, ക്ഷീണം, ഭയം, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ചിലപ്പോൾ വിശപ്പ് കൂടുതൽ, ഭക്ഷണം കൂടുതലോ കുറച്ചോ കഴിക്കുക, കൂടുതലായോ കുറവായോ ഉറങ്ങുക, ഇവയെല്ലാം വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. നെക്സ്റ്റ്, ഈ രോഗം എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കാം. പ്രധാനമായും വിഷാദരോഗം ഉണ്ടായാൽ ശാസ്ത്രീയമായ ചികിത്സ തന്നെ സ്വീകരിക്കണം. കൂടാതെ ജീവിതത്തിന് ചില ചിട്ടകൾ കൊടുക്കണം. നേരത്തെ കിടക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുക, ശാരീരിക അധ്വാനം വേണ്ട വ്യായാമം പതിവാക്കുക, ജോഗിംഗ്, നീന്തൽ, നൃത്തം, ആയോധന കലകൾ ഇവയിലേതെങ്കിലും നിത്യവും ചെയ്യുക, മത്സ്യം, പച്ചക്കറി, പഴങ്ങൾ തുടങ്ങിയവ ധാരാളം കഴിക്കുക, നന്നായി ഉറങ്ങുക, ഉറക്കത്തിന് ശല്യമാകുന്ന എല്ലാം ബെഡ്റൂമിൽ നിന്ന് ഒഴിവാക്കുക, ഉത്തരവാദിത്വങ്ങൾ ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഏറ്റെടുക്കുക, സാമൂഹിക പ്രവർത്തനം പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ ശ്രമിക്കുക, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ ആർക്കും വേണ്ടാത്തവൻ തുടങ്ങിയ ചിന്തകൾ മാറ്റുക, മത്സരബുദ്ധി ഒഴിവാക്കുക. ഔഷധങ്ങളും മനഃശാസ്ത്ര സമീപനങ്ങളും ജീവിതശൈലി ക്രമീകരണങ്ങളും ചേർന്നതാണ് ഈ രോഗത്തിനുള്ള ചികിത്സ. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചികിത്സകൻ്റെയും ഒരുമിച്ചുള്ള പരിചരണത്തിലൂടെ വിഷാദരോഗത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയും. വിഷാദരോഗത്തെക്കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമായ ഒരു